നമസ്കാരം. UDF സർക്കാരിന്റെ കാലത്ത് തുടക്കമിട്ട ആകാശപാതയുടെ മേൽക്കൂരയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ചർച്ചാ വിഷയമാക്കിയിരിക്കുന്നത്. അവനവന്റെ പല്ലിട കുത്തി നാറ്റിക്കുന്നു എന്നൊരു പ്രയോഗമുണ്ട്. വാസ്തവത്തിൽ കോൺഗ്രസ് ഇപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോട്ടയത്തെ ആകാശപാതയുടെ മേൽക്കൂര പൊളിച്ചു നീക്കണമെന്നാണ് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്. തുരുമ്പെടുത്ത പൈപ്പുകൾ വേഗം നീക്കം ചെയ്യണമെന്നും കേരള റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം പാലക്കാട് IIT ചെന്നൈയിലെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് റിസർച്ച് സെന്റർ എന്നിവർ നടത്തിയ ബലപരിശോധനാ റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു. അടിസ്ഥാന തൂണുകൾ ഒഴികെ മേൽക്കൂര മുഴുവൻ നീക്കണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. നിർമ്മാണ വൈകല്യം പരിഹരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യമെന്നിരിക്കെ എന്തിനാണ് അതിന്റെ പാപഭാരം മുഴുവൻ LDF സർക്കാരിന്റെ മേൽ കെട്ടിവെക്കുന്നത്? 7 കൊല്ലമായി മഴയും വെയിലുമേറ്റ് നിൽക്കുന്ന ഭീമൻ ഉരുക്ക് റൗണ്ടുകൾ ഇതെപ്പോൾ താഴെ വീഴുമെന്ന് ആശങ്കപ്പെടുന്ന കോട്ടയത്തുകാർ. ആ ആശങ്കയ്ക്ക് ആക്കം കൂട്ടിക്കൊണ്ടാണ് ബലപരിശോധന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. മേൽക്കൂരയ്ക്ക് വേണ്ടി സ്ഥാപിച്ച മുഴുവൻ റൗണ്ടുകളും ബലക്ഷയമുണ്ടെന്നും പൊളിച്ചു കളയണമെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ആകാശപാതയെ കൊല്ലാൻ ഒരു കാരണം കണ്ടെത്തിയതാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പ്രതികരണം വന്നിരുന്നു. അങ്ങനെയെങ്കിൽ ഒന്ന് ചോദിക്കട്ടെ, UDF സർക്കാരിന്റെ കാലത്ത് 2015 ഡിസംബർ 22-നാണ് ആകാശപാതയുടെ നിർമ്മാണം ആരംഭിച്ചത്. പദ്ധതിക്ക് 5.18 കോടി രൂപ അനുവദിച്ചു. ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കാതെയാണെന്ന് കിറ്റ്കോ നിർമ്മാണം ആരംഭിച്ചത്. ഇത് അന്നത്തെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ? അതോ എല്ലാം കൊല്ലിട്ടു പോയ കൂട്ടത്തിൽ ഇതും കൂടി ഇരിക്കട്ടെ എന്ന് കരുതി ചെയ്തതാണോ? കോട്ടയത്തെ ആകാശപാത പൊളിച്ചു നീക്കണമെന്ന സർക്കാർ നിലപാട് ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും പറയുന്നുണ്ട്. അശാസ്ത്രീയമായ നിർമ്മാണവും അപ്രായോഗികതയും മൂലമാണ് പദ്ധതി മരിച്ചതെന്ന് പകൽ പോലെ വ്യക്തമായിട്ടും സംസ്ഥാന സർക്കാരിനെ പഴി പറഞ്ഞ് രക്ഷപ്പെടാനാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോഴും ശ്രമിക്കുന്നത്. സ്ഥലം ഏറ്റെടുക്കാതെ നിർമ്മാണം ആരംഭിച്ചത് എന്തിന്? റൗണ്ട് സ്ഥാപിച്ചപ്പോൾ ഒരു തൂണ് വെളിയിലായത് എങ്ങനെ? പ്ലാൻ ഇടയ്ക്കിടെ മാറ്റിയത് എന്തിന്? എന്നിങ്ങനെ പല ചോദ്യങ്ങൾക്കും MLAക്ക് ഇപ്പോൾ മറുപടിയേയില്ല. ആകാശപാതയിലെ ബലഹീനത സംബന്ധിച്ച് പഠനം നടത്തിയ 2 സ്ഥാപനങ്ങളും സർക്കാരിന്റെ പരിധിയിലുള്ളതല്ല. കേരളത്തിന്റെ വികസനം ലക്ഷ്യമാക്കിയാണ് സർക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. സർക്കാരിന് LDF-ന്റെയോ UDF-ന്റെയോ പദ്ധതി എന്നൊന്നുമില്ല. വികസനം മാത്രമാണ് സർക്കാരിന്റെ ലക്ഷ്യം. വൈകല്യത്തിന് ഉത്തരവാദി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണെന്ന് K അനിൽകുമാറും പ്രതികരിക്കുന്നുണ്ട്. സംസ്ഥാനം ഒട്ടാകെ ഓടി നടന്ന് കല്ലുകൾ സ്ഥാപിച്ച് കടന്നുപോയ UDF സർക്കാർ ചെയ്തതിന്റെ പാപഭാരമാണ് ഇപ്പോൾ LDF-ന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത്. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ UDF-ന് കഴിഞ്ഞേ ഉള്ളൂ. ഇനി 1.5 വർഷം മാത്രം കാത്തിരുന്നാൽ മതിയെന്നും സർക്കാർ മാറുമെന്നും ഒക്കെ രമേശ് ചെന്നിത്തല പറയുന്നു. അവിടെയും രാഷ്ട്രീയം കുത്തിക്കയറ്റാനുള്ള രമേശ് ചെന്നിത്തലയ്ക്കുള്ള ചങ്കുറ്റം സമ്മതിച്ചു കൊടുത്തേ മതിയാകൂ. അധികാരത്തിലെത്താൻ ആദ്യം നിങ്ങളുടെ പാർട്ടിക്കുള്ളിലെ പിളർപ്പ് ഒന്ന് മാറ്റിയെടുക്കുക. മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള അടിപിടി കഴിഞ്ഞിട്ട് വാ. അത് കഴിഞ്ഞ് പാലമോ പള്ളിയോ ഒക്കെ പണിയാം.